ഇന്റർനാഷണൽ ബ്രേക്ക് ഒരു ആശ്വാസമായി തോന്നിയ 2 ആഴ്ച കാലഘട്ടം കടന്നു പോയിരിക്കുന്നു. എല്ലാവരും ഇലക്ഷന്റെ ചൂടിലും യുദ്ധത്തിന്റെ ചൂടിലായും കളി കാണുന്ന F1-ന്റെയും IPL-നും ചൂടിലായതുകൊണ്ട് ദിവസങ്ങൾ പോയതറിഞ്ഞില്ല. നമ്മളൊരു ലൈവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു, തിങ്കളാഴ്ച ചൊവ്വാഴ്ച എന്നൊക്കെ ആലോചിച്ച്. ടോപ്പിക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ ഷോ ചെയ്തു. പിന്നെ നമ്മളൊരു സ്ലോട്ടിന്റെ സിറ്റുവേഷനെ കുറിച്ചൊരു ലൈവ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ തമ്മിൽ നെഗറ്റിവിറ്റി അടിച്ച് വെറുതെ ഒരു ഡിസ്കഷന് വേണ്ടി റേജ് ബേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാനലായിട്ടല്ല നമ്മൾ തുടങ്ങിയത്. അങ്ങനത്തെ ചാനൽ ആവാനും നമുക്ക് താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോ അല്ലെങ്കിൽ വേണ്ട, കാരണം ഇപ്പം ക്ലബിൽ നിന്ന് വരുന്ന നോയ്സ് ഒക്കെ എന്ത് വന്നാലും സ്ലോട്ട് അടുത്ത സീസൺ ഉണ്ടാവും എന്നുള്ള ഒരു ധ്വനി കേൾക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ അവിടെ എന്തെങ്കിലും ഡെവലപ്മെന്റ് വരുമ്പോ അതിനെക്കുറിച്ച് സംസാരിച്ച കാര്യമുള്ളൂ. അല്ലാണ്ട് ഓരോ ദിവസവും സ്ലോട്ട് ഔട്ട് സ്ലോട്ട് ഇൻ വാട്ട് ദ ഹെൽ ഇസ് ഹാപ്പനിങ് എന്നൊക്കെ പറഞ്ഞ റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള ഒരു ഉള്ളിന്ന് അങ്ങനെ സാധനം വരില്ല. അങ്ങനെ 2 ആഴ്ച കാലഘട്ടം കടന്നുപോയി. FA കപ്പ് ക്വാർട്ടർ ഫൈനൽ മാൻ സിറ്റി അവേ, ടഫ് ഗെയിമാണ്. കുറച്ച് നല്ല വാർത്തകളുണ്ട്, കുറച്ച് പ്രശ്നമുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ഒന്നാമത് സല ഇസ് ഫിറ്റ്. അവസാനത്തെ 7, 8, 9 എത്ര കളി വെച്ചാൽ കളിക്കും. ഫ്രിംപോങ് is injured. Alexander Isak is back training. It's a big news for the club. ഇനിയിപ്പോ 2 മാസം ഉണ്ട് സീസൺ. സോ ഒരു 30 മിനിറ്റ് എല്ലാ ദിവസവും കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഇതുണ്ടാവുന്ന പ്രതീക്ഷയുണ്ട്. പിന്നെ ഉള്ള ന്യൂസ് എന്താണ്, ഇതൊക്കെ തന്നെ ഉള്ളൂ അല്ലെ. വേറെ കാര്യമായ കിയേസ ഇസ് ഓൾമോസ്റ്റ് ഓക്കെ ഫിറ്റ് എന്ന് പറയുന്നുണ്ട്. ആലിസൺ ഫിറ്റ് അല്ല. സിറ്റി ആൻഡ് PSG ആലിസൺ ആയിരിക്കും. മെഡ്രിഡിന്റെ കൂടെ ആയിരിക്കും ആലിസൺ വരിക അല്ലേ. അപ്പോ 2 ആഴ്ച എന്തൊക്കെയായിരുന്നു പരിപാടി? ഓബിന്റെ മുടി മറ്റേ സൊബോസ്ലൈയുടെ മുടി പോലെ ആയിട്ടല്ലോ. വെട്ടാനുള്ള മടി കാരണം ഇങ്ങനെ നിൽക്കുന്നതാണ്. ഞാൻ വെട്ടി. ചൂട് കാരണം വെട്ടാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അമ്മാര് ചൂട്. അതിന് ഒരു ഓപ്ഷൻ കൂടി പറഞ്ഞുതരാം. ചൂടിന് കുറച്ചുകൂടി നല്ലത് ഈ സ്റ്റൈലാ. അതല്ലേ? അതെ. നമുക്ക് കൂടുതൽ ആൾക്കാരെ അതിലേക്ക് എത്താം. സ്ലോട്ട് എന്തായാലും സ്റ്റേ ചെയ്യാണല്ലോ. നമുക്ക് സ്ലോട്ടിന്റെ ഒരു ഫാൻ ക്ലബ് ആക്കി മാറ്റാൻ. എന്തായാലും ഗണേഷ് അതിലേക്ക് എത്തുന്നു വിചാരിച്ച, പക്ഷെ ലാസ്റ്റ് ഗണേഷ് അല്ലെങ്കിൽ ഒരു ആളെയും കൂടി ഇങ്ങനെ കാണായിരുന്നു. ഇന്റർനാഷണൽ മാച്ചസ് കണ്ടിരുന്നോ? ഒരു സുദീപിന്റെ ടീം ഡിസാസ്റ്ററസ് ആയിട്ട് 3ാമത്തെ വേൾഡ് കപ്പ് അതിന്റെ ഹൈലൈറ്റ്സ് ഞാൻ കണ്ടിരുന്നു. അതെ, ഏത് ടീമാന്നുള്ളതായിരിക്കും എല്ലാവർക്കും ഡൗട്ട്. സംശയമൊന്നുമില്ല. ഇറ്റലി കഴിഞ്ഞ 3 വേൾഡ് കപ്പായിട്ട്, മീൻസ് കഴിഞ്ഞ 2 വേൾഡ് കപ്പും ഈ വരുന്ന വേൾഡ് കപ്പും ഇറ്റലി. സുദീപിനും പണ്ട് തൊട്ടേ ഫാസിസത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ആർട്ടറ്റയും ഭയങ്കര ഇഷ്ടം. അല്ല, ഇറ്റലിയുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇറ്റാലിയൻ ലീഗിന്റെ ഒരു അവസ്ഥ പോലെ തന്നെയാണ് അവരുടെ ഒരു ഇറ്റാലിയൻ നാഷണൽ ടീമിന്റെ ഒരു അവസ്ഥ. ഒന്ന് പ്ലേയേഴ്സ്. സാധാരണ ഇറ്റാലിയൻ ടീമില് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ടീംസ് ഒക്കെ എടുത്ത ഏറ്റവും സ്ട്രോങ് പ്ലേയേഴ്സ് ഒക്കെ ഇറ്റാലിയൻ ലീഗിലെ ടോപ്പ് ക്ലബ്സിൽ കളിക്കുന്ന ഇറ്റാലിയൻ പ്ലേയേഴ്സ് ആയിരിക്കും. ഇറ്റാലിയൻ ലീഗ് തന്നെ ടോപ്പ് ലീഗ് ആയിരിക്കും. ചാമ്പ്യൻസ് ലീഗിലൊക്കെ എപ്പോഴും നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്യും. പിന്നെ അതൊക്കെ പോയി, ആ അവസ്ഥയൊക്കെ പോയി. ഇപ്പോ അന്ന് മാനേജർമാരും, അതുകൊണ്ട് പ്ലേയേഴ്സ് മാത്രമല്ല നല്ല മാനേജേഴ്സും ക്ലബ് കൺട്രി കോച്ച് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അതൊക്കെ പോയി. ഗട്ടുസോ വന്ന് ക്ലബ് ലെവലില് ഫെയിലിയർ ആയി. അത് കഴിഞ്ഞ് നേരെ നാഷണൽ ടീമിന്റെ മാനേജറാവും. എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാ പറയണേ. അതെ. അതാണ് ആ മീഡിയോക്രിറ്റി ആയിട്ട് അത് ലിങ്ക് ആയി കിടക്കുക. ഒരു രക്ഷയില്ല. ഇറ്റലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാം, വേൾഡ് കപ്പില് ഇല്ലാന്നുള്ളൂ. എന്താ ചെയ്യാം അവസ്ഥ. പിന്നെ എപ്പോഴാ സപ്പോർട്ട് ചെയ്യല്?
മാച്ച് കളിക്കുമ്പോഴാ യൂറോപ്യൻ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, അതല്ലേ യൂറോപ്യൻ. അല്ല ഇനിയിപ്പോ എന്തായാലും ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടി, അപ്പൊ ഞാൻ വേറെ ഏതെങ്കിലും ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം നമ്മൾ പറയേണ്ട ഒരു സാധനം സ്വീഡൻ ക്വാളിഫൈ ആയി എന്നുള്ളതാണ്. വളരെ ബാക്ക് ഡോർ പിൻവാതിൽ നിയമനം എന്നൊക്കെ രാഷ്ട്രീയത്തിൽ പറയുന്ന പോലെയാണ്. എങ്ങനെയോ യൂറോപ്പ മറ്റേ നേഷൻസ് ലീഗ് വഴി അവിടെ ഇവിടെയൊക്കെ എങ്ങനെയോ എത്തി. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഗ്യോക്കറേസ് ഇസാക്ക് ഒക്കെ എന്തായാലും കളിക്കും. ഇസാക്കിന് ഫിറ്റ്നസ് വീണ്ടെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഐ തിങ്ക് അതൊരു പോസിറ്റീവ് ആണ്. ഇനി 2 ആഴ്ച ഇനി വീണ്ടും ഒരു പ്രീ സീസൺ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സോ ഇസാക്ക് ഈ 2 മാസം കളിച്ച് സമ്മറിൽ ഒരു റൺ ഓഫ് ഗെയിംസ് ട്രെയിനിങ്, ഹൈ ഇന്റൻസിറ്റി വാം വെതർ ട്രെയിനിങ് കിട്ടും US-ൽ. അതിനനുസരിച്ച് ഇസാക്കിന് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ക്വാളിഫൈ ആയ ടീം ഐ തിങ്ക് ഡെൻമാർക്ക് ക്വാളിഫൈ ആയില്ലേ? ഡെൻമാർക്ക് പുറത്തായി. സോറി, ഡെൻമാർക്ക് പുറത്തായി. ബോസ്നിയാണ് അതെ, ബോസ്നിയ. അയർലൻഡ് പുറത്തായി അല്ലെ? അയർലൻഡ് വാസ് ലീഡ്. ഞാൻ ആ മാച്ച് കണ്ടു. അയർലൻഡ് വാസ് ലീഡിങ്. അവിടുന്ന് അവര് വെയിൽസ് പുറത്തായി. ഹോം നേഷൻസ് എല്ലാരും ഇംഗ്ലണ്ട് ഒഴികെ ബാക്കി എല്ലാരും. സ്കോട്ട്ലൻഡ് വാസ് ദേർ. നമ്മുടെ ഇവര് ആരാ, വെയിൽസും അയർലൻഡും. നോക്കാം വേൾഡ് കപ്പ് നടക്കോ ഇല്ലയോന്ന് ഉള്ള അവസ്ഥ എന്നൊരു. അതുകൊണ്ടാണ് ഇറ്റലി വേണ്ടാന്ന് വെച്ചത്, വേൾഡ് കപ്പിന് പോകണ്ടെന്ന് വെച്ചത്. പിന്നെ ഫ്രാൻസ് വേഴ്സസ് ബ്രസീൽ വാസ് എ വെരി വെരി ഹൈ ഓപ്പണർ ഗെയിം. എക്കിറ്റിക്ക് ഗോൾ അടിച്ചു. എക്കിറ്റിക്ക് ലുക്സ് ടു ബി, എനിക്ക് തോന്നുന്നു എക്കിറ്റിക്ക് വേൾഡ് കപ്പിന് സ്റ്റാർട്ട്സ് ആൻഡ് സബും എന്തായാലും ഉണ്ടാവും. ഐ തിങ്ക് പുള്ളി നമ്പർ 9 ആയിരിക്കും എന്ന് എനിക്ക് തോന്നണേ. എംബാപ്പെ വിൽ പ്രോബബ്ലി പ്ലേ വൈഡ്. എംബാപ്പയ്ക്ക് എവിടെയാ കളിക്കേണ്ടത്. സോ ഐ റിയലി സി എക്കിറ്റിക്ക് പ്ലേ. എനിക്ക് ആ ടീമിൽ ബിക്കോസ് ബാക്കി എല്ലാ പ്ലേയേഴ്സും ആർ നോട്ട് ടെക്നിക്കലി 9. ഇപ്പൊ ഡുവേ ആണെങ്കിലും അവരുടെ പിന്നെയുള്ള 9 ഇവനല്ലേ ഉള്ളൂ. ആ പുതിയ പഴയ പ്ലെയർ വീണ്ടും തിരിച്ചു വന്നില്ലേ, ഗോഡ്ജിൽ ഇന്നാള് ഏതോ 2014 ഡെബ്യൂ ചെയ്തിട്ട് പുള്ളി ഒരു മാസം ഒരു ഡെക്കേഡ് ആയിട്ട് പുള്ളി ഗോൾ അടിക്കാൻ ടീമിൽ ഇല്ലാഞ്ഞിട്ട് തിരിച്ചു വന്നു, ഗോൾ അടിച്ചു. പ്ലെയർ അല്ല എക്കിറ്റിക്ക് പറയുകയാണെങ്കിൽ പേര് ഓർമ്മ വരില്ല ആളുടെ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അതിന്റെ ഇടയിൽ. അപ്പൊ എക്കിറ്റിക്കയുടെ പറഞ്ഞ എംബാപ്പയുടെ, അതായത് ഫസ്റ്റ് ടീമിന്റെ കൂടിയാണ് കഴിഞ്ഞ മാച്ച് കളിച്ചത്. അപ്പൊ അത് തന്നെയായിരിക്കും പ്ലാൻ. ഫ്രഞ്ച് ടീമിലെ പ്ലാൻ അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ എംബാപ്പെ അല്ല എക്കിറ്റിക്കയുടെ രണ്ടാമത്തെ മാച്ചിൽ ഒരു സാധനം, ഒരു വൈറൽ ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. റഫറിയുടെ അത് നല്ല ഫണ്ട് സാധനമായിരുന്നു. പേര് കിട്ടിയില്ല. അയ്യോ ചൊറയായി. ഗോളടിച്ച പ്ലെയറിന്റെ പേര് നോക്കിയാ അതാ നോക്കുന്നത് ഞാൻ. അത് ആരുടെ കൂടെയായിരുന്നു? കൊണാട്ടി സ്റ്റാർട്ടിങ് ഒരു പ്ലെയർ ആയിട്ട് വരുന്നു തോന്നുന്നില്ല ഫ്രാൻസ് ടീമില്. കൊണാട്ടെ എന്തായാലും കളിക്കും. അതെ അതെ അതെ. നമ്മുടെ 2 പ്ലേയേഴ്സ് അങ്ങനെ ഒരു വേൾഡ് കപ്പ് ഫേവറേറ്റ് ഒരു ടീമില് വരികയാണ്. ഫ്ലോറിയൻ താവിൻ. പുള്ളിയാണ് എത്രയോ കാലത്തിന് ശേഷം. ഉണ്ട്. ഒക്ടോബറിൽ കളിച്ചിട്ടുണ്ട്. വേറെ അവരുടെ നമ്പർ മറ്റേറ്റയാണ്. എനിക്ക് തോന്നുന്നു മറ്റേറ്റനെക്കാട്ടും ചാൻസ് കൂടുതൽ എക്കിറ്റിക്ക് കളിക്കാനാണ്. മറ്റേറ്റിപ്പോ കുറച്ച് കളിയായിട്ട് മാച്ച് കളിക്കാത്തതുകൊണ്ട് ഫിറ്റ്നസിന്റെ ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ കളിക്കാഞ്ഞെന്നറിയില്ല. എനിവേ ക്രിസ്റ്റൽ പാലസില് പിന്നെ മാർക്കസ് തുറാമുണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോ
ഇനിയിപ്പം ഫ്രണ്ട്ലീസ് അറേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാ നാഷണൽ ടീംസും നെക്സ്റ്റ് മാച്ച് വേൾഡ് കപ്പ് തന്നെയാണ്. ഫ്രാൻസിന്റെ ഫസ്റ്റ് മാച്ച് ഫ്രാൻസ് വേഴ്സസ് സെനഗൽ. നമ്മുടെ പ്രായം വെളിപ്പെടുത്തേണ്ടി വരുമെന്നെങ്കിലും ആ മാച്ച് മറക്കാൻ, ഒരു ഫുട്ബോൾ ഫാനിന് മറക്കാനാൻ പറ്റാത്തൊരു മാച്ചാണ്. അല്ല, ഈ ഫ്രാൻസ് ബ്രസീൽ മാച്ചിൽ നമ്മൾ ഒരു വശേ കണ്ടുള്ളൂ. ബ്രസീലിന്റെ അവസ്ഥ എന്താണ്? ബ്രസീലിന്റെ അവസ്ഥ എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. ബട്ട് ആൻചെലോട്ടി ക്യാൻ ഗെറ്റ് റിസൾട്ട്സ്. ആ ഒരു ഇത് വെച്ചിട്ട് പക്ഷെ അതൊക്കെ ക്ലബിൽ പറ്റുമായിരിക്കും. കാരണം ദർ ഇസ് മോർ ബോണ്ടിങ്, കൊഹീഷൻ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ട്. നാഷണൽ ടീമിൽ പോയിട്ട് നടക്കുമോ അതൊക്കെ? അതാണ്, അവരുടെ പെർഫോമൻസും ഭയങ്കര മോശമായിരുന്നു. ഇന്നലെ ജയിച്ചു, ഇന്നലെ ക്രൊയേഷ്യനെ തോപ്പിച്ചു 3-1. അല്ല, പറയാൻ പാകത്തിനൊരു ഫോർവേഡ് ഇല്ല എന്നുള്ളതാണ് ബ്രസീലിനെ സംബന്ധിച്ച്. അതാണ്, ബ്രെൻഫോർഡിന്റെ ഫോർവേഡ് ആണ് ബ്രസീലിന്റെ ഫോർവേഡ് എന്ന് പറയുമ്പോൾ തന്നെ വി ക്യാൻ സീ, ഐ ആം നോട്ട് ഡിസ്റെസ്പെക്ടിങ് ബ്രെൻഫോർഡ്, ബട്ട് ആ ഒരു ഗൾഫ് ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇത് കാണാൻ പറ്റും. കാരണം ബ്രസീലിയൻ ഫോർവേഡ്സ് റൊണാൾഡോ, റിവാൽഡോ എന്നൊക്കെ പറഞ്ഞെടുത്ത് നെയ്മർ, ആ റേഞ്ചിന് വി ആർ ടോക്കിംഗ് അബൌട്ട് ബ്രെൻഫോർഡ് സ്ട്രൈക്കർ ബീങ് ദേർ. ബ്രെൻഫോർഡിന്റെ ഫോർവേഡ്, റെലഗേറ്റ് ആവാൻ പോകുന്ന സ്പേഴ്സിന്റെ ഫോർവേഡ്, ഇവരൊക്കെയാണ്. റിച്ചാർലിസൺ, മാർട്ടിനെല്ലി ഗോൾ അടിച്ചു. പിന്നെ പറയാവുന്നത് ഈ ആവോ പെഡ്രോ ആണ്. അയാളാണെങ്കിൽ ഒരു പ്രോപ്പർ ഒരു ഫോർവേഡും അല്ല, നമ്പർ 9 ഒന്നും അല്ലല്ലോ. അങ്ങനെ ബ്രസീലിന്റെ ഒരു പ്രശ്നം അവിടെയാണെന്ന് തോന്നുന്നു. ബാക്കി പൊസിഷനിലൊക്കെ പ്ലേയേഴ്സ് ഉണ്ട് എന്ന് പറയാം. ആകെ നോക്കേണ്ടത് US-ലായതുകൊണ്ടും അവരുടെ സമ്മറിലായതുകൊണ്ടും ഈ യൂറോപ്യൻ ടീംസ് ആ ഹീറ്റിനെ എങ്ങനെ കൗണ്ടർ ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ശരിക്കും ഉണ്ട്. എസ്പെഷ്യലി ആഫ്റ്റർ എ ലോങ് യൂറോപ്യൻ സീസൺ. ആ ഭയങ്കര ഹീറ്റാണ് അവർക്ക്. ലാസ്റ്റ് ഇപ്പൊ ഫ്രാൻസ് മാച്ച് തന്നെ US-ലായിരുന്നു. സോ ദേ ഹാഡ് എ വാട്ടർ ബ്രേക്ക് ആൻഡ് ഓൾ. ആ സമയത്ത് US-ലല്ലേ മിക്കവാറും അവര് എന്താ പറയാ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു വാട്ടർ ബ്രേക്കും 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് വാട്ടർ ബ്രേക്ക് ഇപ്പോഴേ ഉണ്ട്. അല്ല, അങ്ങനല്ല, ഈ വേൾഡ് കപ്പിന് തന്നെ ഫിഫ മിക്കവാറും ഒരു വാട്ടർ ബ്രേക്ക് ഇറക്കും. ഒഫീഷ്യലാക്കിയോ? വാട്ടർ ബ്രേക്ക് കുറച്ച് ചിലപ്പോ വാട്ടർ ബ്രേക്ക് കൂടുതൽ സമയം ഉണ്ടാവും. അതിന്റെ ഇടയിൽ പ്ലെയർ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും. ചിലപ്പോ ഹാഫ് ടൈമിൽ മറ്റേ ഇവനൊക്കെ വന്ന് ബാഡ് ബണിയൊക്കെ വന്ന് പാട്ടും പാടി പോകും, മറ്റേ സൂപ്പർ ബോൾ പോലെ. Mandatory 3-minute hydration break will be implemented in every match occurring around 22nd minute of each half. Basically quarter ആയി. കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ ഒക്കെ ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും മിഡ് മാച്ച്. And it is blanket throughout the tournament. എല്ലാ മാച്ചിലും. അല്ലാണ്ട് റെഫറി തീരുമാനിക്കുന്ന പോലെ ഹീറ്റ് കൂടുതലുള്ളതല്ല. And FIFA has authorized commercial broadcasters to show advertisements during these breaks. ഉറപ്പാണ്. ഒരു ഷോ rather than tournament. അതെ. എനിവേ, നമ്മൾ വേൾഡ് കപ്പിന്റെ അതൊക്കെ അങ്ങനെയാണ്. ഒരു ഡൗൺ എപ്പിസോഡാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് ചർച്ച ചെയ്യാൻ ഡെപ്തിൽ ചർച്ച ചെയ്യാനൊന്നും ഇല്ല. അപ്പൊ നമ്മൾ പ്രിവ്യൂ ചെയ്യണം എന്നുള്ളൊരു ഇത് കൊണ്ടാണ്. മാൻ സിറ്റി വേഴ്സസ് ലിവർപൂൾ. Isak could be on the bench. Man City on the high of after winning Carabao Cup. But ഒരു weird ആണ് ഈ ഒരു FA Cup quarter final 5:15 PM, എസ്പെഷ്യലി വിത്ത് മാൻ സിറ്റി ആൻഡ് ലിവർപൂൾ. രണ്ട് ടീമിലെ പ്ലേയേഴ്സും ലോകമെമ്പാടുമുള്ള പല പല രാജ്യങ്ങളിൽ നിന്ന് കളിച്ചു വരുന്ന പ്ലേയേഴ്സിന് ഡയറക്റ്റ് സാറ്റർഡേ 12:15 കിക്ക് ഓഫ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശം പ്രശ്നമാണ്. എപ്പോഴും ഇങ്ങനെ കളിക്കുമ്പോൾ വളരെ ലത്താർജിക് ആയ, വളരെ ലോ ഇന്റൻസിറ്റി, ബോറിംഗ് സ്റ്റാർട്ട്സ് ആണ് ഉണ്ടാവുക. അതിപ്പം ഈ കാര്യത്തിൽ നോക്കുമ്പോൾ രണ്ട് ടീമിനും ആ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കാരണം രണ്ട് ടീമിലെ പ്ലേയേഴ്സും ഏകദേശം എല്ലാ സ്ഥലത്തും പോയി വന്ന അവസ്ഥയായിരിക്കും. സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ സിറ്റിയുടെ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിലും അവരുടെ നല്ല കാര്യമല്ലേ ഇപ്പോ അവർക്ക് മിഡ് വീക്ക് ഇല്ല. സോ നല്ലൊരു ടീമിനെ വെക്കും. ലീഗ് മാത്രമേ നോക്കാനുള്ളൂ.
അങ്ങനെ ഒരു അവിടെ അഡ്വാൻറ്റേജ്. സിറ്റിയുടെ റൂമർ നോക്കുമ്പോ ഏറ്റവും വലിയ റൂമർ ശരിക്കും ഈ മാച്ചിനെ കുറിച്ചല്ല. സിറ്റി ഫാൻസും സിറ്റിയുടെ പ്ലേയേഴ്സും എല്ലാവരും 115 ടെൻഷൻ ഗാർഡിയോള നിൽക്കോ ഇല്ലയോ എന്നുള്ളതാണ്. ലോട്ട് ഓഫ് അതാണ് റൂമേഴ്സ് ഈ സീസൺ കഴിഞ്ഞാൽ പോകുന്നു. പുള്ളി ഡിസിഷൻ മാച്ച് ഈ സീസൺ കഴിഞ്ഞാലേ പറയുള്ളൂ എന്നാ പറയുന്നത്. പക്ഷെ അതിലൊരു പോയിന്റ് അഗൈൻ ദിസ് കുഡ് ബി എ റൂമർ, ദിസ് കുഡ് ബി എ കോൺസ്പിറസി തിയറി, എല്ലാം ആവാം. നമ്മുടെ മറ്റേ 115 ബ്രീച്ചസ് ഇല്ലേ, അതിന്റെ ഡിസിഷനും സീസൺ കഴിഞ്ഞിട്ടേ വരൂ എന്നുള്ളതാണ്. സോ പ്രോബബ്ലി ഹീസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. കാരണം 60 പോയിന്റ് ഡിഡക്ഷൻ എന്നൊക്കെയാണ് മാക്സിമം പറയുന്നത്. 60 പോയിന്റ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ റെലഗേറ്റഡ്. 60 വേണമെന്നില്ല, അവർ മിക്കവാറും 40 ലാസ്റ്റ് റെലഗേറ്റ് ആയത് എത്ര നോക്കും, 40 പോയിന്റ് ആണെങ്കിൽ 39 പോയിന്റ് ഡിഡക്ഷൻ എന്ന് പറയും, റെലഗേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ പ്രോബബ്ലി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വിൽ പെപ് സ്റ്റേ ഓർ നോട്ട് എന്നുള്ളതായിരിക്കും അടുത്തത്. അത് മാത്രമാവില്ല. പെപ് ഗാർഡിയോളയുടെ ആൾക്കൊരു ഡ്രൈവ് നഷ്ടപ്പെട്ട പോലെ തോന്നുന്നുണ്ട്. ഇവിടെ പ്രീമിയർ ലീഗിലെ എല്ലാം ട്രോഫീസും ജയിച്ചു, എല്ലാം കഴിഞ്ഞു. ഇനി പതുക്കെ വേറെ ഒരു ഉദാഹരണത്തിന് ക്ലോപ്പ് പോയതിനു ശേഷം തന്നെ പുള്ളിയുടെ ആ ഒരു എനർജി ലെവലിലൊക്കെ തന്നെ താഴെ പോയിട്ടുണ്ട്. പതുക്കെ അടുത്തൊരു ചലഞ്ചിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ഫസ്റ്റ് ടൈം ആയിരിക്കും അങ്ങനെ തോന്നുന്നത് ഗാർഡിയോളയ്ക്ക്. അപ്പൊ അതിനൊരു സാധ്യത ഉണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല പുള്ളി ഇനി കോച്ച് ചെയ്യുന്നു. ഇനിയിപ്പോ നാഷണൽ ടീം പോലെ നോക്കിയാലേ ഏതെങ്കിലും ബ്രസീലോ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞ ഒരു എലീറ്റ് നാഷണൽ ടീം നിൽക്കുമായിരിക്കും. സിറ്റിയുടെ ഇഞ്ചുറി നോക്കി കഴിഞ്ഞാൽ ഗ്വാഡിയോൾ, ജോൺ സ്റ്റോൺസ്, റൂബൻ ഡിയാസ് ഇഞ്ചേർഡ് ആണ്. സോ ബാക്ക് ലൈൻ ആക്കെ ആയിരിക്കും, പിന്നെ കുസനോവ ആയിരിക്കും. ഗേഹിക്ക് കളിക്കാൻ പറ്റും. ഇപ്പൊ കപ്പ് ടൈഡ് ഉണ്ടോ? ഇപ്പൊ റൂൾ ഉണ്ടോ അത്? സോ അത് എങ്ങനെയാന്ന് വെച്ചാല് ഈ ഇയറിൽ മറ്റവർക്ക് കളിച്ച് ഇപ്പത്തെ കളിക്കാൻ പറ്റില്ല, സംതിങ് ലൈക്ക് ദാറ്റ്. ഫസ്റ്റ് ഹാഫ് ഓഫ് 2025 കളിച്ചിട്ടെങ്കിൽ ഇപ്പൊ പറ്റുമായിരുന്നു. ബട്ട് ഐ തിങ്ക് ഹി ഹാസ് പ്ലേഡ് വിത്ത് ക്രിസ്റ്റൽ പാലസ് ബിഫോർ ഹി മൂവ്ഡ്. എലിജിബിൾ ആണല്ലേ? Despite appearing for Crystal Palace in the third round, Gehi is eligible due to rule refresh. Player can now represent a maximum 2 different clubs in FA Cup. അങ്ങനെ കഴിഞ്ഞ മാച്ച് കളിച്ചിട്ടില്ലല്ലോ. അത് കാരബാവോ കപ്പ് വേറെ എന്തോ റൂള് കാരണം കളിക്കാൻ. കാരബാവോ ഫൈനലായിരുന്നു അല്ലേ? ഓക്കെ. അത് ശരിയാ. കഴിഞ്ഞ വർഷം തന്നെ ഈ റൂള് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ തവണയും ഇതുപോലെ കളിക്കാൻ പറ്റി. കാരബാവോല് സെമി ഫൈനല് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കളിക്കാൻ പറ്റുമായിരുന്നു. സോ ഗേഹി വിൽ പ്രോബ്ലി പ്ലേ. അപ്പോ ലൈനപ്പ് കുഷ്നോവ് ഉണ്ടാവും. കുസ്നോവ് ആക്ച്വലി ഇത്തവണ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ലുക്കിംഗ് ഗുഡ്. നല്ല പേസ് ഉണ്ട്, നല്ല ഡിസിഷൻ മേക്കിംഗ് നല്ലതാണ്. ആളുടെ ടാക്കിൾസ് എപ്പോൾ ചെയ്യണം അതൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാച്ചിലൊക്കെ നല്ലോണം ഇംപ്രൂവ്മെന്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ പ്രോബബ്ലി ഈദർ ഗേഹി, കുസനോവ്, നൂനേസ്, ഓറേലി, ഇല്ല അവിടെ ഓറിയലി മിഡ്ഫീൽഡിലപ്പോ കളിക്കണേ. ഡോക്കു, സിൽവ, സെമന്യോ, ഹാലൻഡ് തന്നെ ആയിരിക്കും. അതെ അതെ അതെ. സിൽവ റെഡ് ഉണ്ടോ? റെഡ് കാർഡ് ആയതുകൊണ്ട് അത് PL അല്ലേ? ഇല്ല, അത് ചാമ്പ്യൻസ് ലീഗിലാണ്. പ്രോബബ്ലി ഐ ഫീൽ ഈ മാച്ച് മിഡ്ഫീൽഡിൽ കൺട്രോൾ കിട്ടാൻ വേണ്ടി റേൻഡിയെ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ചെർക്കിക്ക് പകരം. നമ്മുടെ കൂടെ അത്രയും അറ്റാക്കിംഗ് അവർ കളിക്കാൻ സാധ്യതയില്ല, എസ്പെഷ്യലി വിത്ത് സൊബോസ്ലൈ ഇൻ ദ മിഡ്ഫീൽഡ്. ഗ്രാവൻബർഗ് സൊബോസ്ലൈന്റെ കൂടെ മിഡ്ഫീൽഡിൽ ഉണ്ടാവോ? റൈറ്റ് ബാക്ക് കാരണം ഫ്രിംപോങ് ഇൻജേർഡ് അല്ലേ? എന്താണ് ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോ ശരിക്കും നമുക്ക് നാളെ മനസ്സിലാവുള്ളൂ ആരൊക്കെയാണ് ഫിറ്റ്. മെക്കാലിസ്റ്റർ പൊതുവെ ഇന്റർനാഷണൽ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഫസ്റ്റ് കളി ഭയങ്കര മോശമാണ്. ഈ സീസണിന് പ്രശ്നമില്ലല്ലോ. അതെ, ഈ സീസണിന് ആ പ്രശ്നമില്ല. വലിയ വ്യത്യാസമൊന്നുമില്ല എങ്ങനെയായാലും. ആക്ച്വലി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇനിയിപ്പോ ഈ ബ്രേക്ക് കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് 3-4 ഗെയിംസ് ആർ ക്രിട്ടിക്കൽ ഫോർ ദ സീസൺ. അതെ, മാൻ സിറ്റി, PSG, ഫുൾഹാം രണ്ടും പൊട്ടും.
നമ്മളെ സംബന്ധിച്ചോളം സിറ്റി ഗെയിം പ്രോബബ്ലി വിൽ ട്രൈ വിത്ത് മാക്സിമം ഇന്റൻസിറ്റി, ബട്ട് ഹൈ ചാൻസ് ദാറ്റ് സിറ്റി കൺട്രോൾ അവർ മിഡ്ഫീൽഡ്. ആ ഒരു മിഡ്ഫീൽഡ് അവർ ബൈപ്പാസ് ചെയ്യും. നമ്മളാണെങ്കിൽ മിഡ്ഫീൽഡ് വൈഡ് ഓപ്പൺ ആക്കിയിട്ട് വെക്കുന്നത് കൊണ്ട് ദേ ക്യാൻ കൺട്രോൾ ഫാസ്റ്റർ, ബെറ്റർ. സോ ഐ എക്സ്പെക്ട് സിറ്റി ടു വിൻ ദർ. പക്ഷെ അത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ കളിക്കാൻ പോകുന്ന PSG വിത്തിൻ 3 days ഈ പറയുന്ന ഒരാൾക്ക് അനങ്ങാൻ പറ്റില്ല. പ്രോബബ്ലി അപ്പാർട്ട് ഫ്രം സോബോസ്ലൈ. PSG ആയാലും they don't have much of midweek, right? അവർക്ക് ലൈനപ്പ് നമ്മൾ നോക്കിയാലേ, ലൈനപ്പ് ഹൂ ഡു യു സജസ്റ്റ്? മാമ, I really want Gomez or Ramsey to start at right back, പക്ഷെ നടക്കൂല. So good question. ആയിരിക്കൂലേ? എന്താണ് കാരണം ഇന്നലെ പറഞ്ഞിട്ടില്ല ഗോമസ് ഫിറ്റ് ആണോ. ഇന്നലത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. നാളെ പ്രസ് കോൺഫറൻസിൽ അറിയണ്ടാവുള്ളൂ, കൺഫർമേഷൻ വരുന്നുണ്ടാവുള്ളൂ. ഇന്നലെ അവർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇൻ ദ ട്രെയിനിങ് അറ്റ്ലീസ്റ്റ് വീഡിയോസിൽ നോക്കുകയാണെങ്കിൽ ഗോമസ് ഇസ് ട്രെയിനിങ്. പക്ഷെ കളിക്കാൻ ചാൻസ് ഇല്ല. സപ്പോസ് ആയിരിക്കും അവിടെ. പിന്നെ കൊനാട്ടെ, VVD, കർക്കസ്, ജോൺസ് അല്ല ഗ്രാവൻബർച്ച്, മെക്കാലിസ്റ്റർ. ജോൺസ് ഇപ്പൊ കളിക്കാൻ ചാൻസ് ഇല്ല. സോ വേർഡ്സ്, എക്കിറ്റിക്ക്, ഗാക്പോസ് അല്ല. എനിക്ക് ഗാക്പോ സ്റ്റാർട്ട് ചെയ്യുന്ന ഫീൽ ചെയ്യാനില്ല. എന്റെ അനുസരിച്ച് സല, എക്കിറ്റിക്കെ ഫ്രണ്ടില്, അതായത് 4-4-2 പോകാനാ സാധ്യത. അതില് മിഡ്ഫീൽഡിൽ ഈ പറഞ്ഞ നമ്മൾ ചില ഗെയിംസിൽ നന്നായിട്ട് മിഡ്ഫീൽഡില് ബാറ്റിൽ വരുന്ന സമയത്ത് ഇങ്ങനെ കളിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ട് നമ്മൾ അങ്ങനെ കളിച്ചിട്ടുണ്ട്. മിഡ്ഫീൽഡിൽ നമ്മൾ നല്ലോണം ടൈറ്റ് ആക്കി വെച്ചിട്ട് സോബോസ്ലൈ റൈറ്റ് ബാക്ക് തന്നെയായിരിക്കും. ഓഫ്കോഴ്സ് മെക്കാലിസ്റ്റർ ഉണ്ടാവും, ഗ്രേവി ഉണ്ടാവും, വേർഡ്സ് ഉണ്ടാവും, ഗാക്പോ ഉണ്ടാവില്ല. ഗാക്പോന് അവരവിടെ കേർട്ടിസ് സ്റ്റാർട്ട് ചെയ്യും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കേർട്ടിസ് ഇടയ്ക്ക് വെച്ച് വേണമെങ്കിൽ കേർട്ടിസും സോബോസ്ലയും ഇടയ്ക്ക് മാറ്റേണ്ടി വരികയാണെങ്കിൽ അങ്ങോട്ടും സ്വിച്ച് ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്ക് ലൈൻ ബാക്ക് 3 ബാക്കിയുള്ളത് സെയിം കർക്കസും VVD കൊണാട്ടയും തന്നെയായിരിക്കും. പിന്നെ സോബോസ്ലൈ റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയായിരിക്കും നമ്മൾ കളിക്കുക. ഗാക്പോ ബെഞ്ചിലായിരിക്കും. സോബോസ്ലൈ റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യായിരിക്കും, കാരണം ഡോക്കുവിനെ കവർ ചെയ്യാനും. പിന്നെ സെക്കൻഡ് ഹാഫില് ഈ പറഞ്ഞ പോലെ ബെഞ്ചില് ഗാക്പോയും ഉണ്ട്, ഇസാക്കും ഉണ്ട്. അപ്പോ അവര് ഫോർവേഡ്സ് ആയിട്ട് തന്നെ സബ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇസാക്കിന് ആവശ്യമുണ്ടെങ്കിൽ ഇറക്കുണ്ടാവുള്ളൂ, ആവശ്യമില്ലെങ്കിൽ വെറുതെ ഇറക്കിയിട്ടും 30 മിനിറ്റ് 20 മിനിറ്റ് 30 ഉണ്ടാവില്ല, 20 മിനിറ്റ് മേ ബി. 10 മിനിറ്റ് കളിക്കുന്നുണ്ടാവുള്ളൂ, 10 മിനിറ്റ് കളിക്കുന്നുണ്ടാവുള്ളൂ. എന്തായാലും കളിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ എക്കിറ്റിക്ക് എന്തായാലും ഫുൾ മാച്ച് കളിക്കാൻ പറ്റില്ല. എക്കിറ്റിക്ക് 2 മാച്ച് കളിച്ചു ഇന്റർനാഷണൽ. ഒരെണ്ണത്തില് സബായിട്ടാണ് വന്നത്, എന്നാലും അത്രയും കളിച്ചു. അപ്പോ എക്കിറ്റിക്ക് ഏർലി സബായിരിക്കും. എക്കിറ്റിക്ക് വരും ഗാക്പോ വരും, സല സബ് വരും, സലയ്ക്ക് പകരം ഇസാക്കും കയറി വരും. അതെനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്. വേർഡ്സും ഇതുപോലെ സബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വേർഡ്സിനെ അവിടെ എങ്കുമോയെ കൊണ്ടുവരും. അങ്ങനെയായിരിക്കും ഇത് മാച്ച് മാനേജ് ചെയ്യാനുള്ള സാധ്യത. ശരിക്കും ഇന്റർനാഷണൽ ബ്രേക്ക് ഒരു മൊമെന്റം മൊത്തം കളഞ്ഞൂലേ. നമുക്കും ഒരു ക്ലാരിറ്റി ഫീൽ കിട്ടും. അത് ഒരു നല്ലതും കൂടിയായി. ഇന്റർനാഷണൽ കളിയുടെ മൊമെന്റ് അല്ല, കളി കാണുന്ന ഒരു മൊമെന്റം. പോയി. കാരണം ആരൊക്കെയാണ് ഇൻജേർഡ്, ആരൊക്കെയാണ് ഫിറ്റ്നസ്, അതൊക്കെ നമുക്ക് ഏകദേശം ഇതില്ല. ജർമ്മനി ഹാഡ് എ വെരി ഗുഡ്. വേർഡ്സ് 2 ഗോൾ അടിച്ചു, 2 അസിസ്റ്റും. നമ്മുടെ ഡെന്നിസ് ഉണ്ടാവും. ഐ ലൈക്ക് ദാറ്റ് പ്ലെയർ, നല്ല പ്ലെയറാണ്. ലെസ്റ്ററിന്റെ പഴയ പ്ലെയർ അല്ലേ? പുള്ളിയും ഗോൾ അടിച്ചു. സോ എന്താ ചർച്ച ചെയ്യാനുള്ളത് ഇനി നമുക്ക് മറ്റ് മാച്ചസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വിൽ കം ബാക്ക് ടു ദിസ് ഗെയിം. ഞാൻ ചുമ്മാ ഒരു എക്സ്റ്റംപർ പോലെ പോവാ, കാരണം പ്രത്യേകിച്ച് ചർച്ച ചെയ്യാനൊന്നുമില്ല ഈ മാച്ചിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ വീക്കെൻഡ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒക്കെ ഫുട്ബോൾ തട്ടിയിട്ട് വർഷങ്ങളായി കേട്ടോ. മാർച്ച് 14 കഴിഞ്ഞിട്ട് ഇനി അടുത്ത കളി അല്ല, മാർച്ച് 20 കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത കളി ഏപ്രിൽ ഏപ്രിൽ 14 വിഷുവിന് ലീവ് എടുത്തോണ്ട് കാശ്മീരൊക്കെ. ചെൽസി വേഴ്സസ് പോർട്ട് വെയിൽ വലിയ കാര്യം ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ചെൽസി എത്ര ഗോൾ അടിക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ. സൗത്താംപ്ടൺ ആർസണൽ ഐ എക്സ്പെക്ട് ഇറ്റ് ടു ബി എ ടഫ് ഇൻ ദ സെൻസ്, ടഫ് അല്ല, വിൽ ബി എ
ലൈക് സൗത്താംപ്ടൺ കുറച്ചെങ്കിലും ഒരു ഫൈറ്റ് കൊടുക്കുമായിരിക്കും, ബട്ട് ഇവൻച്വലി ആർസണൽ വിൽ വിൻ 2-0 3-0. അത് മാത്രല്ല വേറൊരു കേസ് ഉള്ളത്, ആർസണലിന്റെ പ്ലേയേഴ്സ് മിക്കവാറും എല്ലാ പ്ലേയേഴ്സിനെയും ഈ ഇന്റർനാഷണൽ നിന്ന് വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ഇഞ്ചുറി ആണെന്ന് പറഞ്ഞിട്ട്. അത് നല്ല പണി എടുത്തിട്ടുണ്ട്. നമ്മളാണെങ്കിലും ചെയ്യും, ആരാണ് ലീഗ് അടിക്കുന്ന നേരത്താണ് ഫ്രണ്ട്ലി കളിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് ഗ്യോക്കറേജ് മാത്രം ഇമ്പോർട്ടന്റ് ആയ ആൾക്കാർ മാത്രം. ആർസണൽ ഇഞ്ചുറി ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മെറീനോ ഇഞ്ചേർഡ്, എസെ ഇഞ്ചേർഡ്, ഒഡെഗാർഡ് ഇഞ്ചേർഡ്, സലീബ ഇഞ്ചേർഡ്, ഗബ്രിയേൽ ഇഞ്ചേർഡ്, ട്രൊസാർഡ് ഇഞ്ചേർഡ്, സാക്ക ഇഞ്ചേർഡ്, ഡെക്ലൻ റൈസ് ഇഞ്ചേർഡ്, സുബിമെൻഡി ഇഞ്ചേർഡ്, ഹിൻകാപ്പിയെ ഇഞ്ചേർഡ്, മധുവയ്ക്ക് ഇഞ്ചേർഡ്. എന്താ കഥ! പക്ഷെ ഇവരൊക്കെ മാജിക്കലി ഇഞ്ചുറി മാറി അടുത്ത മാച്ച് കളിക്കും. അതാണ് സംഭവിക്കാൻ പോണത്. വെറുതെ എല്ലാരും പിൻവലിച്ചതാണ് മറ്റേ സ്ക്വാഡിൽ നിന്ന്. ആർസണൽ മറ്റേ ഈ എല്ലാ കോമ്പറ്റീഷൻസിലും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ തിരിച്ചു വിളിക്കുക. എനിവേ, ആർസൻ വെംഗറിന്റെ വിജയം എന്ന് പറയാം. അങ്ങനെ ഐ തിങ്ക് ഇപ്പൊ ആകെ വെസ്റ്റ് ഹാം ലീഡ്സ് ഇസ് ദെൻ. വെസ്റ്റ് ഹാം ലീഡ്സ് വിൽ ബി എ ഗുഡ് ഗെയിം. അതെ അതെ, യു വാണ്ട് ടു, അതാണ് ഒരു നമ്മുടെ മാച്ച് പോലെയുള്ള ഒരു മാച്ച് ഉള്ളൂ, ഈക്വൽസ് തമ്മിലുള്ള ഒരു മാച്ച് എന്ന് പറയാൻ വേണ്ടി. നമ്മുടെ സിറ്റിയും പോലെ തന്നെ ഒരു ചെൽസി ഒക്കെ വരുന്നുണ്ട്. സോറി, ചെൽസി, ആർസണൽ, വെസ്റ്റ് ഹാം. ഐ തിങ്ക് എന്റെ പ്രഡിക്ഷനിൽ പ്രകാരം സിറ്റി, ലിവർപൂൾ. ഐ എക്സ്പെക്ട്, മൈ ഹാർട്ട് ആണ്, ബ്രെയിൻ അല്ല. Brain is 50-50. Anybody can win this game. Heart, I feel Liverpool may win this game. എന്തോ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. But I think West Ham will probably beat Leeds. Arsenal will beat Southampton, and Chelsea will definitely beat Bournemouth. Yes, അതാണ് സംഭവിക്കാൻ പോകുന്നത്. എനിക്കത് തന്നെ ഫീൽ ചെയ്യണം. എനിക്കത് അങ്ങനെ ഇതേ സാധനം തന്നെ എനിക്ക് ഫീൽ ചെയ്യണം. ഓബിന് പക്ഷേ തോക്കുന്നാണ് പറയുന്നത് സിറ്റിനോട്. സിറ്റിയും അത്ര കൺസിസ്റ്റന്റ് അല്ല കേട്ടോ. അല്ല, എനിക്ക് തോന്നുന്നു സിറ്റി അതാണ് ഒരു നമ്മള് കൺസിസ്റ്റന്റ് ആണല്ലോ. നമ്മള് നന്നായിട്ട് പെർഫോമൻസ് ഇറക്കാറുണ്ട് ഇതുവരെ. നന്നായിട്ട് പെർഫോം ചെയ്യും. റയൽ മാഡ്രിഡ് ആണെങ്കിലും ആർസണൽ ആണെങ്കിലും സിറ്റിയോട് തോറ്റു, വേറെ കാര്യം. അല്ല, ഇപ്പൊ കോണ്ടെക്സ്റ്റ് മാറി. അതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് 2 ആഴ്ചയിൽ ഇരുന്നിട്ട് സ്ലോട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് വിശകലനം ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞു എന്നാ പറയുന്നത്. ഫ്രണ്ട്സിനോട് വരെ അതല്ല കോണ്ടെക്സ്റ്റ്, അത് മാറ്റി പറഞ്ഞു. കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ സല പോവാണെന്ന് പറഞ്ഞതിന് ശേഷം ഉള്ള മാച്ച്, സല ഇഞ്ചുറി കഴിഞ്ഞ് വരുന്ന മാച്ച്. സല എന്തായാലും ഇനിയുള്ള മാച്ചുകളിലൊക്കെ ഒരു ലിവർപൂൾ ഫാൻസിനും ലിവർപൂളിന് വേണ്ടി ഒരു ബിഗ് പെർഫോമൻസ് കൊണ്ടുവന്ന് മാച്ച് ജയിക്കാനുള്ള ഒരു, പ്രത്യേകിച്ച് സിറ്റിക്കെതിരെയുള്ള മാച്ച്, അങ്ങനെയുള്ള ബിഗ് ഗെയിംസിൽ എന്തായാലും സല അതില് ഒരു. അപ്പൊ ഇത്രയും മാച്ചസ് സല വേണമെന്ന് വെച്ചിട്ട് മോശമായിട്ട് കളിച്ചതാണ് സദീവ് പറയുന്നത്. അങ്ങനെ പറയാം, വേണമെങ്കിൽ അങ്ങനെ പറയാം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത്. സലക്ക് സ്ലോട്ടിന്റെ മറ്റേ ചില ഇപ്പൊ ഒരു ഡൈനാസ്റ്റി പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോ ആ പ്ലേയേഴ്സിന് കുറെ സീനിയർ പ്ലേയേഴ്സ് അവർക്ക് എന്തായാലും ആ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പുതിയൊരാൾ വരുമ്പോ. ആ ഒരു പ്രശ്നം ഇപ്പോ സലക്ക് ഉണ്ടായിട്ടുണ്ട്, VVDക്ക് ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ സീനിയർ പ്ലേയേഴ്സിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതില് സല കുറച്ചും കൂടി ഒരു എല്ലാ മാച്ചും കളിക്കുന്നു, അങ്ങനെ ക്രിറ്റിസിസം അങ്ങനെ വരുന്നില്ല, അങ്ങനത്തെ ഒരു പ്ലെയർ ആയിരുന്നല്ലോ. സ്ലോട്ടിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് കിയേസയായിരിക്കും. കാരണം ഇത്രയും പീഡനം സഹിച്ചിട്ടും പുള്ളിക്ക് ഇതുവരെ സ്ലോട്ടിനോട് ഒരു പ്രശ്നമില്ല. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇനിയിപ്പോ സല കളിക്കുക സ്ലോട്ടിന് വേണ്ടിയിട്ടാവില്ലെന്ന്. ഇപ്പൊ ലാസ്റ്റ് ലിവർപൂൾ ഫാൻസിലും ലിവർപൂളിന് മാച്ചസിന് അതിനു വേണ്ടിയായിരിക്കും കളിക്കുക, സ്ലോട്ടിനും വേണ്ടി. സല ഒരു കൊല്ലം കൂടി ലിവർപൂൾ ഫാൻസിന് വേണ്ടിയിട്ടും ക്ലബിന് വേണ്ടിയിട്ടും കളിച്ചിരുന്നെങ്കിൽ ഇല്ല, നല്ല സമയം
നല്ല സമയം, നിർത്താൻ പറ്റിയ ഏറ്റവും നല്ല സമയം. സലയെ സംബന്ധിച്ചിടത്തോളം, ക്ലബിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഫാൻസിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഇതാണ് ഐഡിയൽ മൊമെന്റ്. നല്ലൊരു സെന്റ് ഓഫ് കൊടുത്ത് വിടാൻ പറ്റുന്ന ഒരു സമയം. കാരണം ഇനി അടുത്ത സീസണിലേക്ക് നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഒരു ഇപ്പോ നമ്മുടെ ഹെൻഡേഴ്സിനൊക്കെ ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ ഫാൻസിന്റെ ഒരു റിയാക്ഷൻ ബെഞ്ചിലിരിക്കുമ്പോഴൊക്കെ ഒരു നെഗറ്റീവ് ഒരു സാധനം വന്നു തുടങ്ങി ഹെൻഡേഴ്സിനൊക്കെ. അപ്പൊ ഹെൻഡേഴ്സിനൊക്കെ ഒരു സീസൺ മുമ്പ് അങ്ങനെ ഇതുപോലെ സ്ഥലം പോയ പോലെ പോയിരുന്നു, ഒരു ആബ്സല്യൂട്ട് ഒരു ലെജൻഡ് ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നു. ഈവൻ ജെറാഡ് വരെ കുറച്ചും രാജാവായിട്ട് പോയത്. ഈവൻ മാനെ, അതെ, മാനെ, ഫെർമീനിയോ ഇവരൊക്കെ അങ്ങനെ കറക്റ്റ് സമയത്ത് ഏകദേശം പോയി. ഫെർമീനിയോ പിന്നെയും ബെഞ്ചിലിരുന്നെങ്കിലും കംപ്ലൈൻസ് ഒന്നും ഇല്ലാണ്ടിരുന്നു. എനിക്ക് സലയോടൊപ്പം തന്നെ റോബർട്ട്സണും ആ ഒരു സെൻഡ് ഓഫ് ഈ മാച്ചസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫാൻസോ ഒന്നും അല്ല ഇപ്പൊ സല 100% ഷുവർ വിൽ നോട്ട് സ്റ്റേ ഗോ ടു എ പ്രീമിയർ ലീഗ് ടീം. അപ്പോ സല പ്ലേയിങ് ഹിസ് ലാസ്റ്റ് ഗെയിം അഗെയിൻസ്റ്റ് ലീഗ് ലൈക്ക് ലാസ്റ്റ് ഇൻ ദ ബ്രിട്ടീഷ് ഗെയിം അഗെയിൻസ്റ്റ് മാൻ സിറ്റി at their stadium could be a factor for പുള്ളിക്ക് ആ ഒരു I will be the coming here the last time എന്നൊക്കെ പറയുന്ന ഒരു ആ ഒരു ഇമോഷണലാണ്. അപ്പോൾ സിറ്റിക്കെതിരെ സിറ്റിയുടെ ഹോമിൽ ലാസ്റ്റ് ഗെയിം എന്ന് പറയുന്ന സാധനം with his rivalry with Haaland in the last few years for top golden boot, അത് ചിലപ്പം വർക്ക്ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് playing against a top team. പ്രതീക്ഷിക്കാം. എനിവേ ഐ ഹോപ്പ് ഇറ്റ്സ് എ ഗുഡ് ഗെയിം. കാരണം സാറ്റർഡേ 12:15 കിക്ക് ഓഫ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും രാവിലെ ഫുഡും കഴിച്ച് ഒരുമാതിരി ക്രൗഡും ഡൗൺ ആയിരിക്കും. ഒന്നാമതേ അപ്പൊ ക്രൗഡ് എന്തായാലും ഡൗൺ ആയിരിക്കും. പിന്നെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ 5:15 കളിയേക്കാളൊക്കെ ഏറ്റവും ആവേശം 1:30 അല്ലേ? അതെ അതെ അതെ, നൈറ്റ് ആകുമ്പോഴേ ക്രൗഡും ഒരു കുറച്ചും കൂടി ക്രൗഡിന് ഒരു ഇതുണ്ടാവല്ലോ. അവരെ എന്താ പറയാ, നമുക്കൊക്കെ നല്ല അവരൊക്കെ അവരെ പീക്ക് ടൈം അല്ലേ, എല്ലാവരും വന്ന് സെറ്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഉച്ചക്കൊക്കെ വന്നിട്ട് എങ്ങനെ സ്റ്റേഡിയത്തിലിരിക്കാനാ? അതെ, ഉച്ചക്ക് ഇപ്പൊ 12:15 കളി എന്നുണ്ടെങ്കിൽ അവന്മാര് രാവിലെ 10 മണിക്ക് സ്റ്റേഡിയത്തിൽ പോയിരിക്കണം. രാവിലെ 10 മണിക്ക് എന്ത് കാണാനാ കളി. യെസ്, അപ്പോ അതാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു ജനറൽ ടോപ്പിക് ഇസ് ഡിസർബി ടേക്കിംഗ് ഓവർ സ്പേഴ്സ്. I am extremely baffled by that decision. അത് നമ്മുടെ ഇഗോർ ടുഡോർ ഗംഭീരായതുകൊണ്ടല്ല, പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു 7 മാച്ചിന് സ്പേഴ്സിന് വേണ്ടത് ഡിസർബി അല്ല. സ്പേഴ്സിന് വേണ്ടത് ഒരു സാം അലഡൈസോ. ആരുമില്ലായ്മയാണ് സ്പേഴ്സിന് ഇപ്പൊ വേണ്ടത്. ആരും വേണ്ട അവിടെ. അല്ല, ഒരു ഷോൺ ഡൈഷോ, ഒരു മറ്റേ ഒരു ആരാ നമ്മുടെ സാം അലഡൈസോ, അങ്ങനത്തെ ഒരാള് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ വന്നാല് യൂഷ്വലി അവർ ഫിക്സ് ഇറ്റ്. ഇല്ല ഞാൻ പറയുന്നില്ല, ആ ഒരു പ്രോപ്പർ റെലഗേഷൻ ആ സോണിൽ പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്ന മാനേജേഴ്സ് ആണ്. പക്ഷെ ഇവരൊക്കെ വന്നാൽ ദോസ് പ്ലേയേഴ്സ് ലിസൺ ടു ദം. മിക്കി വാൻഡവനും ക്രിസ്റ്റ്യൻ റൊമാരോ ഒക്കെ നമ്മൾ ഈ മിക്കി വാൻഡവൻ മറ്റേ ഇഗോർ ടുഡോർ ഓരോന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, മൈൻഡ് ചെയ്യാണ്ട് പോകുന്നു. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് മുന്നേ മറ്റേ ഇവൻ വന്നപ്പോ തോമസ് ഫ്രാങ്ക് ഉണ്ടായപ്പോൾ റൊമാരോ വാസ് നോട്ട് ഈവൻ ബോതേർഡ്. They could have even got Harry Redknapp. ക്ലബിനൊന്നും അറിയുന്ന ഒരാളും പ്ലേയേഴ്സ് ആർ നോട്ട് ഗോയിങ് ടു ലിസൺ. ഇല്ല, അതാണ് പറഞ്ഞത്. അവർക്ക് ആരും ഇല്ലാടുക്കുന്നതാണ് ഒരു പരിധി വരെ നല്ലത്. അറ്റ്ലീസ്റ്റ് they don't have somebody to blame. അങ്ങനെയെങ്കിലും അവർ കളിക്കും. ഞാൻ പറയുന്നത് ഒരു റെലഗേഷൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഷോൺ ഡൈഷ് വന്നിട്ട് കോലോ മുവാനിനെ നമ്പർ 9 വെച്ചിട്ട് 2 വിങ് ബാക്സിനെയും മറ്റേ ക്രോസ് ഇട്ട് ഒരു സർവൈവ് ചെയ്യണ്ടേ? ഡിസർബി വന്നിട്ട് നാളെ പ്ലേ ഔട്ട് ഫ്രം ദ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ പറഞ്ഞില്ലേ റെഡിറ്റില് സ്പേഴ്സിനെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ അതില് വന്ന കുറച്ച് സാധനങ്ങളാണ്. ഈ റൂമർ വന്നപ്പോ തന്നെ വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. സെർബ്രി അവിടെ ഗ്രീൻവുഡിന്റെ അവരുടെ ട്രെയിനിങ് സെക്ഷനാണ് ആ വീഡിയോ. ഗ്രീൻവുഡ് ആണ് അവരുടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയർ. പക്ഷെ അവിടെ ആ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഗ്രീൻവുഡ് ഏതൊരു ബോള്
തിരിച്ച് വിൻ ബാക്ക് ചെയ്യാൻ വേണ്ടി ഓടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. അതാണ് അന്ന് വന്നിട്ടുള്ളത്. അല്ല അപ്പൊ ഈ ഗ്രീൻവുഡ് മെന്റാലിറ്റി വാൻഡേവന്റെ ഒക്കെ നമ്മൾ കണ്ടു മെന്റാലിറ്റി അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിന്റെ കാര്യം. ട്യൂഡർ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കയറി ചെല്ലാൻ പറയുമ്പോ അത് മൈൻഡ് ചെയ്യാൻ്റെ പോകുന്നൊരു അതാ. ഇങ്ങനെയുള്ള പ്ലേയേഴ്സിന്റെ അടുത്തേക്കാണ് ഡീസേർബി എത്തുന്നത്. അപ്പൊ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഈ പറഞ്ഞ പോലെ പ്ലേ ഔട്ട് ഫ്രം ദ ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ സംഭവിക്കുക? അങ്ങനെയുള്ളൊരു സമയമാണ് ഞാൻ പറഞ്ഞു. അങ്ങനെയൊരു സമയമാണോ ഇപ്പൊ അവർക്ക് വേണ്ടത്? സീസൺ തുടങ്ങുമ്പോ 2 മാസം പ്രീ സീസൺ ഒക്കെ കൊടുത്ത് മെല്ലെ ആ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ വന്ന് ഫുട്ബോൾ ഫിലോസഫി പറയുന്ന പ്ലെയർ ആണ്, കോച്ചാണ്. അവിടെ ഈ 7 മാച്ച് ബാക്കി നിൽക്കുന്ന അറിയില്ല, ഇനിയിപ്പോ അവർ ജയിക്കുമായിരിക്കും ഓപ്പൺ ദ ഷാക്കിൾസ് ഒക്കെ. ബട്ട് 2 മാച്ച് ജയിച്ചാൽ മതി, 2 മാച്ച് ജയിച്ചു കിട്ടിയാൽ മതി. റിസ്ക് ആണ്, വലിയ റിസ്ക് തന്നെയാണ്. പക്ഷെ ഹൈ റിവാർഡ് ആണ് റിസ്ക്. അതാണ്. പക്ഷെ ഇപ്പം എത്ര പോയിന്റ്? 2 മാച്ചും പോരാ, 30 പോയിന്റ് ഉള്ളൂ. 40 വേണ്ടേ? 3 മാച്ച് മതിയാവും എനിക്ക് തോന്നുന്നു. 2 മാച്ച് ജയിച്ചാൽ മതിയാവും തോന്നുന്നുണ്ട്. ഇത്തവണ 40 നിർത്തേണ്ടി വരില്ല. കൊട്ടായോട്ടേക്കല്ലേ. പക്ഷെ അവർക്കുള്ള മാച്ചസ് അത്ര എളുപ്പമാണോ ചോദിച്ചാൽ ഇന്നവേ ആണ്. പക്ഷെ എല്ലാം നല്ലതാണ്. വരാനുണ്ട്. വെസ്റ്റ് ഹാമിന് വുൾവ്സ് ഉണ്ട്, ക്രിസ്റ്റൽ പാലസ് ഉണ്ട്, ബ്രെൻഫോർഡ് ഉണ്ട്, ന്യൂകാസിൽ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി. Tottenham has Wolves, Leeds, Brighton. This team doesn't have anything to play for. അതാണ്. നോക്കാം. ലീഗിലേക്ക് നമ്മൾ അവിടെ പ്രിവ്യൂ വരുമ്പോൾ പ്രീമിയർ ലീഗിനെ പ്രിവ്യൂ ചെയ്യാം. സോ അതാണ് ഈ സീസണിലെ എന്താ പറയാ, ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്ന ലാസ്റ്റ് ഇന്റർനാഷണൽ ബ്രേക്കുമാണ്. സോ ഇനി അങ്ങോട്ട് ട്രോഫി സീസൺ, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽസ്, ഫൈനൽ സീസൺ. ഇനി 2 മാസം എന്താ പറയാ, will make people heroes and legends. Mikel Arteta could be an Arsenal legend. Luis Enrique, will Trent win the La Liga? കുറെ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? അതോ നമുക്ക് ട്രെൻഡ് ലാ ലീഗ ജയിക്കുമെന്ന് അറിയില്ല. റയൽ മാഡ്രിഡ് മാത്രം ജയിക്കുമായിരിക്കും. ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെന്റർ ബൂഡ് ബൈ ദ ഫാൻസ്. കഴിഞ്ഞ മാച്ചിൽ അസിസ്റ്റ് ഉണ്ടായിരുന്നു. നാഷണൽ ടീമിൽ കയറാൻ പറ്റിയില്ല. പറഞ്ഞല്ലോ, 2K വിളിച്ചു പറഞ്ഞു അത് പറ്റുന്നില്ല, വേറെ ആളുണ്ട്. അല്ല, അതിന്റെ ഇടയിൽ വേറൊരു സാധനം, ഒരു ഫോട്ടോ ഇതില് ഉണ്ടായിരുന്നു. ട്രെൻഡിന്റെ പഴയ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ ആണ് ഇപ്പോ ട്വിച്ചലിന്റെ ഗേൾ ഫ്രണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ടോക്ക് ഉണ്ട്. അത് കാരണമാണ് എടുക്കാൻ. എനിവേ, പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല ഈ 2 ആഴ്ച. ഒന്നും സംഭവിച്ചില്ല. ഈ സ്പേഴ്സിന്റെ സാക്കിങ് മാത്രമേ ഉള്ളൂ. വലിയ ന്യൂസ് എവിടെയൊന്നും ഇല്ല. ട്രാൻസ്ഫറിന്റെ തുടങ്ങാനായിട്ടില്ല. ഫുട്ബോളിന്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ രസമുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി. അത് മാത്രമേ ഉള്ളൂ. അതെ, ഫുട്ബോളിന്റെ പുറത്ത് IPL തുടങ്ങി എന്നുള്ളതാണ്. അതാണ് എല്ലാരും മൈൻഡ് ഡൈവേർട്ട് ആയി. ഇലക്ഷൻ പിന്നെ ഞാൻ പറയാ, നമ്മള് പിന്നെ IPL മാത്രമല്ലല്ലോ ഫോളോ ചെയ്യണേ. MLB സ്റ്റാർട്ട് ചെയ്തു. F1 ബ്രേക്ക് ആയി. F1 വാർ ആയതുകൊണ്ട്. അതെ, അല്ല ഇപ്പൊ FSG ഫാൻസ് ആരെങ്കിലും കാണുന്നുണ്ടോന്ന് അറിയില്ല. FSG ഫാൻസ് പൊതുവെ കുറവാണ്. എന്നാലും FSG ഫാൻസ് അറിയാനുള്ളത് ബോസ്റ്റൺ റെഡ് സോക്സിന്റെ FSGയുടെ മറ്റു ടീം MLBയിലെ ഒരു വളരെ മോശമായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന സീസൺ. ഇല്ല, താഴെ 162 കളിയുണ്ട്. എന്നാൽ തന്നെ ആദ്യത്തെ 6 കളിയിൽ 5 എണ്ണം തോറ്റിട്ടുണ്ട്. അങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ എല്ലാ കളി കാണുന്നൊക്കെ സമ്മതിക്കണല്ലേ. പിന്നെ കളികൾ എല്ലാ ദിവസവും എന്നുള്ള രീതിയിൽ മാച്ചാണ്. നാളെ രാത്രി ഉണ്ട് കളി. നാളെ രാത്രി 11:30. ഒരു ദിവസം 2 മാച്ച് ഉണ്ടാവും. ഒരു ദിവസം നമ്മുടെ ഇന്ത്യൻ ടൈമിലാണ് അങ്ങനെ വരണത്. ഒരു ദിവസം 2 മാച്ചായിട്ട് നമുക്ക് കിട്ടും. അവിടെ ശരിക്കും നെക്സ്റ്റ് ഡേ ആണ് വരികയെന്ന് എനിക്ക് തോന്നുന്നു, അവിടുത്തെ സമയം അനുസരിച്ച്. അല്ലല്ല, അന്ന് അവിടെയും ഒരു ദിവസം 2 മാച്ച് ഉണ്ട്. ഒരു ദിവസം തന്നെയാണല്ലേ? രാവിലെ 7 ഇന്നിംഗ്സ് ഗെയിംസ് ആയിരിക്കും. രാവിലെ വൈകിട്ട്
അല്ലല്ല, എല്ലാം 9 ഇന്നിങ്സ് തന്നെയാണ് കാണുന്നത്. അങ്ങനെ തന്നെയാണ് കാണുന്നത്. കോവിഡ് ടൈമിലാണ് 7 ആക്കിയത്. ആ ഓക്കെ ഓക്കെ, എല്ലാം 9 തന്നെയാണ്. പിന്നെ സൈക്ലിംഗ് നല്ല രസമുള്ള റേസുകൾ നടക്കുന്നുണ്ട്. പിന്നെ സൈക്ലിംഗ് ഫാൻസ് അധികം ഉണ്ടാവില്ല, വളരെ അപൂർവമായിട്ട്. ആരും ഉണ്ടാവില്ല. അത് നിങ്ങൾ ഒറ്റ ഉണ്ടാവില്ല, നമ്മളാരില്ല. ബാസ്കറ്റ് ബോൾ കാണുന്നവരുണ്ടാവും, നമ്മളങ്ങനെ ചിലതൊക്കെ ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടു പോണേ ഉള്ളൂ, മാച്ച് ഒന്നും കാണാൻ. പിന്നെ ഇതാണ് ദുഃഖവെള്ളി, ഈസ്റ്റർ ടൈമാണ്. അപ്പൊ എല്ലാരും ഹാപ്പി ദുഃഖവെള്ളി പറയാൻ പറ്റില്ല, ഹാപ്പി ഈസ്റ്റർ ഇൻ അഡ്വാൻസ്. ഗുഡ് ഫ്രൈഡേ ഇൻ അഡ്വാൻസ്. എല്ലാരും കയ്പനീരൊക്കെ കുടിച്ച് ഈസ്റ്ററിന് നല്ല അപ്പം മുട്ട റോസ്റ്റ് കഴിച്ച് അപ്പോഴേക്കും നമ്മൾ സിറ്റിനെ തോപ്പിച്ചിട്ടുണ്ടാവും. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ മൺഡേ നൈറ്റ് ആയിരിക്കും നമ്മൾ വരുന്നത് അല്ലേ? മൺഡേ നൈറ്റ് ഓക്കെ ആയിരിക്കും. മൺഡേ നൈറ്റ് വരേണ്ടി വരും, കാരണം ഉണ്ടല്ലോ. മൺഡേ നൈറ്റ് നമ്മുടെ സിറ്റി. വെനസ്ഡേ നൈറ്റ് ആണ് നമ്മുടെ മാച്ച്, റയൽ ബയേൺ ആൻഡ് സ്പോർട്ടിംഗ് ആർസണൽ. അതെ അതെ. അപ്പോൾ മൺഡേ നൈറ്റ് നമ്മൾ സിറ്റി റിവ്യൂ, പിന്നെ നമ്മുടെ മാച്ചിന്റെ പ്രിവ്യൂ, PSG പ്രിവ്യൂ ആയിട്ട് വരും. മിക്കവാറും സ്ലോട്ടിന്റെ ഡിസ്കഷൻ ഒക്കെ അതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് അല്ലേ? അതെ, തീർച്ചയായും. ഒരു ലോ എനർജി പോഡ്കാസ്റ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങളും ലോ എനർജി ആണെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെ പിന്നെയും ചർച്ച ചെയ്ത് എല്ലാവർക്കും മടുപ്പ് വന്നിരിക്കുന്ന ടൈമാണ്. അപ്പോ എനർജി ആവും, ദേഷ്യമൊക്കെ വരും, അല്ലെങ്കിൽ സന്തോഷം വരും, സ്നേഹം വരും. അതെ, അപ്പോ വീണ്ടും കാണുമ്പോഴേക്കും.